ആലപ്പുഴ കണ്ടലൂരിൽ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നവജിത്ത് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവന്നു. രാസലഹരിയുടെ ഉന്മാദത്തിൽ വെട്ടിക്കൊന്നത് തൻ്റെ പിതാവിനെയാണെന്ന് താൻ അറിഞ്ഞില്ല എന്നാണ് പ്രതി പറയുന്നത്. അതേസമയം പിതാവുമായി നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് പറയുന്നു. നവജിത്ത് രാസലഹരിക്ക് അടിമയായിരുന്നെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ നവജിത്തിൻ്റെ മൊഴി പൂർണ്ണമായും പോലീസ് തള്ളിക്കളഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ആണ്. ഈ വാർത്ത നിങ്ങൾക്ക് കാണാം. ഞായറാഴ്ച രാത്രി 8:30യോടെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം ആലപ്പുഴ കണ്ടല്ലൂരിൽ നടന്നത്. രാസലഹരിക്കടിമയായ അഡ്വക്കേറ്റ് നവജിത്ത് മാതാപിതാക്കളെ ക്രൂരമായി വെട്ടി. അച്ഛൻ നടരാജൻ കൊല്ലപ്പെട്ടു. അമ്മ സിന്ധു ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ആക്രമണം നടന്നപ്പോഴും രാസലഹരി ഉപയോഗിച്ചിരുന്നു നവജിത്ത്. ലഹരി വിട്ട ശേഷം പോലീസിന് നൽകിയ മൊഴിയിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. രാസലഹരിയുടെ ഉന്മാദത്തിൽ വെട്ടുകത്തിക്ക് കൊന്നത് സ്വന്തം പിതാവിനെയെന്ന് അറിയില്ലായിരുന്നെന്ന് നവജിത്ത് പോലീസിന് മൊഴി നൽകി. അമ്മയെ വെട്ടിയതും ഓർമ്മയില്ല. ആക്രമണത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞ നവജിത്ത് പോലീസ് സ്റ്റേഷനിൽ വാവിട്ട് കരഞ്ഞു. 47 ക്രൂരമായ വെട്ടുകളാണ് നടരാജന്റെ ദേഹത്തുണ്ടായിരുന്നത്. തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മുഖം വികൃതമാക്കി. അമ്മ സിന്ധുവിന്റെ മുഖവും വെട്ടി വികൃതമാക്കിയിരുന്നു. അറ്റുവീണ കൈവിരലുകൾ നാട്ടുകാരാണ് പൊതിഞ്ഞെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. സിന്ധുവിനെ ആശുപത്രിയിലെത്തി ചോദ്യം ചെയ്ത പോലീസിനോട് വെട്ടിയത് മകനാണെന്ന വിവരം പറഞ്ഞിട്ടില്ല. ഭർത്താവ് കൊല്ലപ്പെട്ട വിവരവും സിന്ധുവിനെ അറിയിച്ചില്ല. സംഭവ ദിവസം രാവിലെ കൂട്ടുകാരുമൊത്ത് നവജിത്ത് വീട്ടിലിരുന്ന് മദ്യപിക്കുകയും രാസലഹരി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പുറത്തുപോയ നവജിത്ത് തിരികെ എത്തിയപ്പോൾ സുബോധം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് പെറ്റു വളർത്തിയ മാതാവിനെയും പിതാവിനെയും ക്രൂരമായി ആക്രമിച്ചത്. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.